നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കണം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യമായല്ല ഹിമന്ത വിവാദത്തിൽപ്പെടുന്നത്. മുസ്ലിം വേഷധാരിയായ 2 പേർക്ക് നേരെ തോക്കുപയോഗിച്ച് വെടിയുതിർക്കുന്നതായി ചിത്രീകരിക്കുന്ന AI നിർമ്മിത വീഡിയോയാണ് ഇപ്പോൾ ഹിമന്തയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം. ഈ വീഡിയോ BJP എക്സിൽ പങ്കുവെക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തു. കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് അത് വംശഹത്യക്കുള്ള ഹിമന്തയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് എന്നാണ്. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്ന തലക്കെട്ടോടെ അസം BJPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കടുത്ത വിമർശനങ്ങളെ തുടർന്ന് പിന്നീട് ഈ പോസ്റ്റ് പിൻവലിച്ചു. എന്നാൽ ഇത് മുസ്ലിങ്ങൾക്കെതിരെയായി വംശഹത്യക്കുള്ള ആഹ്വാനമാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്ന പശ്ചാത്തലമുണ്ട്. വീഡിയോയിൽ താടിയുള്ളവരും തൊപ്പി ധരിച്ചവരുമായ 2 വ്യക്തികൾക്ക് നേരെ മുഖ്യമന്ത്രി റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. നമുക്കറിയാം BJP നേതാവായ ഹിമന്ത ബിശ്വ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു. BJPയിലെത്തിയതിനു ശേഷം നടത്തുന്ന കടുത്ത വലിയ പ്രയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും അധികൃത കുടിയേറ്റത്തിനെതിരെ, മുസ്ലിം മതവിഭാഗത്തിനെതിരെയൊക്കെ ഹിമന്തയുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അസമിലെ ജനസംഖ്യയുടെ 90% മുസ്ലിങ്ങൾ ആകും എന്നുള്ള പ്രഖ്യാപനം ഹിമന്ത നടത്തിയിട്ട് അധികകാലമായില്ല. സംസ്ഥാനത്തിൻ്റെ സംസ്കാരം ഇത് നശിപ്പിക്കുമെന്ന് വീഡിയോയിൽ ഹിമന്ത പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് ഹിമന്ത ശ്രമിക്കുകയാണ് എന്നത് കോൺഗ്രസിൻ്റെ, പ്രത്യേകിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ പരാതിയും കുറ്റപ്പെടുത്തലുമാണ്. തുടർന്നാണ് വീഡിയോ BJP ഡിലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ഹിമന്ത ബിശ്വ ശർമ്മ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിവാദ നായകനാണ്. കോൺഗ്രസിൻ്റെ ആ മേഖലയിൽ, BJPയുടെ ആ മേഖലയിലെ വലിയ മുഖമാണ്. ഹിമന്ത അവിടെ ജനകീയ നേതാവാണ്, നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഇത്തരം വിവാദ പരാമർശങ്ങളിലൂടെ, വിവാദ പ്രസ്താവനകളിലൂടെയാണ് ഹിമന്ത പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഈ വീഡിയോയും സമാനമായി തന്നെ ഹിമന്തയ്ക്കെതിരെ വലിയ ആയുധമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് BJPയുടെ അസം ഘടകത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചത്. അത് ഏതാണ്ട് 18 സെക്കൻഡുള്ള വീഡിയോയാണ്. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്ന തലക്കെട്ടോടുകൂടി ഹിമന്ത ബിശ്വ ശർമ്മ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു വീഡിയോയാണ് അതിൻ്റെ ആദ്യ ദൃശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീഡിയോയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ തോക്ക് ചൂണ്ടി നിൽക്കുന്നതാണ്. അതിലൂടെ കാണുന്നത് 2 പേരെയാണ്. അത് ഒരാൾക്ക് അതിൽ തലയിൽ തൊപ്പിയുണ്ട്, മറ്റേയാൾ താടി നീട്ടി വളർത്തിയിട്ടുണ്ട്. വ്യക്തമാണ് എന്താണ് BJP ഉദ്ദേശിക്കുന്നത്, ഹിമന്ത ബിശ്വ ശർമ്മ ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് ഇതര മതവിഭാഗം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയാണ് അദ്ദേഹം തോക്ക് ചൂണ്ടി നിൽക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിൽ എഴുതിയിട്ടുള്ളത് വിദേശികളിൽ നിന്ന് അസമിന് മോചനം, ഒപ്പം തന്നെ ഒരു ദയവും ഉണ്ടാകില്ല എന്ന് ചില വാക്യങ്ങൾ അതിനിടയിൽ മിന്നിമറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും 18 സെക്കൻഡുള്ള വീഡിയോയുടെ 2ാം ഭാഗത്തിൽ ഏതാണ്ട് ഇംഗ്ലീഷ് സിനിമയുടെ നായകനെ പോലെ ഒരു വേഷം ധരിച്ച് നിൽക്കുന്ന ഹിമന്തയെ കാണാം. അവിടെയും വീണ്ടും ഇത്തരത്തിൽ ഇക്കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരിൽ നിൽക്കുന്ന മോചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ആ വീഡിയോ വലിയ വിവാദമായിരിക്കുന്നു. പ്രത്യേകിച്ച് വംശഹത്യക്കുള്ള ആഹ്വാനമാണിപ്പോൾ മുഖ്യമന്ത്രി തന്നെ നടത്തിയിട്ടുള്ളത്. അസമിൻ്റെ മുഖ്യമന്ത്രി തന്നെ നടത്തിയെന്ന വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം, അത് കോൺഗ്രസിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തോ മാത്രമല്ല, സാമൂഹ്യ നിരീക്ഷകരും എഴുത്തുകാരും അടക്കം വലിയ വിമർശനവുമായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. അങ്ങനെ വിവാദമായി. അതോടുകൂടി ആ വീഡിയോ BJP അവരുടെ ഔദ്യോഗിക പേജിൽ നിന്ന് നീക്കം ചെയ്തു. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ നിയമ നടപടിയൊക്കെ തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യമായല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 2 ആഴ്ച മുമ്പ് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് വർഗീയ പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ബംഗാളി സംസാരിക്കുന്ന അസമിലുള്ളവരെയൊക്കെ തന്നെ കുടിയേറ്റക്കാർ എന്നാണ് BJP വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവർക്കെതിരെ അവരെ ദുരിതത്തിലാക്കുകയാണ് തൻ്റെ നയം. പ്രത്യേകിച്ച് അവരുടെ ഓട്ടോറിക്ഷയിൽ കയറുകയാണെങ്കിൽ 5 രൂപയാണ് ചാർജെങ്കിൽ 4 രൂപ കൊടുക്കുക, അങ്ങനെ അവരെ ഏത് വിധേനയും ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെ ഒരു പരാമർശം അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറഞ്ഞിരുന്നു. അത് വലിയ വിവാദമാവുകയും അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ വിമർശനം വരികയൊക്കെ തന്നെ ചെയ്തു. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് അറിയാം. ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. 2015 വരെ അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. തരുൺ ഗൊഗോയ് ദീർഘകാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആ സർക്കാരിൽ ആരോഗ്യമന്ത്രി, ഒപ്പം തന്നെ ധനവകുപ്പൊക്കെ തന്നെ ഹിമന്ത കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ മകൻ ഗൗരവ് ഗൊഗോയെ വളർത്തിക്കൊണ്ടുവരാൻ നീക്കം നടക്കുന്നു, അതിലൂടെ തന്നെ ഒതുക്കുന്നു എന്നൊക്കെ തന്നെ ആരോപണത്തെ തുടർന്ന് തരുൺ ഗൊഗോയുമായി അദ്ദേഹം വലിയ തർക്കമുണ്ടാവുകയും പിന്നീട് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. തുടർന്ന് അദ്ദേഹം
പിന്നീട് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് വിടുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയതും BJPയിൽ എത്തുകയും ചെയ്തത്. അതിനുശേഷം അവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുഖ്യമന്ത്രിയാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇപ്പോൾ BJPയുടെ അസമിലെ മാത്രമല്ല വടക്കുകിഴക്കൻ മേഖലയിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായി ഹിമന്ത മാറിയിരിക്കുകയാണ്. അതാണ് ഈ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഹിമന്ത ആ വീഡിയോ AI വീഡിയോ പുറത്തു വന്നുവെന്ന് മാത്രമല്ല BJPയുടെ സംസ്ഥാന ഘടകം തങ്ങളുടെ എക്സ് ഹാൻഡിലൂടെ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുകയാണ്. വിവാദമായ തുടർന്നാണ് പിൻവലിക്കുന്നത്. അപ്പോൾ ഈ ഹിമന്തയുടെ ഈ പ്രവർത്തികൾക്കെല്ലാം BJPയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. BJPയുടെ ആ മേഖലയിലെ മുഖമായി ഹിമന്തയെ അവർ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് കാട്ടുന്നു എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അസമിൽ മാത്രമല്ല, അസമിലെ BJP ഒന്നടങ്കം കൈകാര്യം ചെയ്യുന്നത് ഹിമന്തയാണ്. അതുമാത്രവുമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏകോപനം പോലും ഹിമന്തയാണ്. കാരണം 2014 BJP കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ സമയത്താണ് ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നത് BJPക്ക്. പ്രത്യേകിച്ച് 2014 ശേഷം നടന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് BJPയാണ്. ആദ്യമായി അവിടെ വടക്കിഴക്കൻ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. അവിടെ BJPക്ക് സർക്കാരുകൾ വന്നു. അസം ഉൾപ്പെടെ ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനത്തും BJPയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇതിനെല്ലാം ഓപ്പറേഷൻസിന് നേതൃത്വം നൽകിയത് ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നേഡ എന്ന് പറയുന്ന ഒരു സഖ്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന ഒരു സഖ്യം തന്നെ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ തന്നെ BJP ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വലിയ പങ്ക് ഹിമന്ത ബിശ്വ ശർമ്മ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു വീഡിയോ പാർട്ടിയുടെ തന്നെ ഔദ്യോഗിക പേജിൽ വരുമ്പോൾ അത് ഹിമന്തയുടെ അറിവോടെ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഹിമന്തയുടെ പൂർണ്ണ അറിവോടുകൂടി തന്നെയാണ് അത്തരം വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയവുമില്ല. മാത്രമല്ല, ഹിമന്ത അടുത്തിടെ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ഹൈന്ദവ ഏകീകരണം BJP ലക്ഷ്യമിടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അസമിലെ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 40% ന്യൂനപക്ഷ വിഭാഗമാണ്. സ്വാഭാവികമായും ഭൂരിപക്ഷ ഏകീകരണം അത് BJPക്ക് ലക്ഷ്യമുണ്ട്. അങ്ങനെ വീണ്ടും ഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് BJP ഉന്നം വയ്ക്കുന്നത്. അതിനൊപ്പമാണ് ഈ ഗൗരവ് ഗൊഗോയി, കോൺഗ്രസ് നേതാവും ലോക്സഭാ MP-യുമായ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ നടത്തിയ പരാമർശം അത് പാക് ചാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചാണ്. അതും കോൺഗ്രസിനെ മറുപടി പറയാൻ പ്രേരിപ്പിച്ചൊരു ഘടകമാണ്. അത് രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരമൊരു പാക് ഏജന്റാണ് ഗൗരവ് ഗൊഗോയ് എന്ന ആരോപണം ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ്. അത്തരത്തിലുള്ള പ്രചാരണ പരിപാടിക്കിടെയാണ് ഇപ്പോൾ ഹിമന്തയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ആരോപണം വീണ്ടും കടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വലിയ ബന്ധമുണ്ട്, പാകിസ്ഥാനുമായി വലിയ ബന്ധം ഗൗരവ് ഗൊഗോയ്ക്കുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ജനിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത്. അവർ പാക് സ്വദേശിയായ അലി തക്വീർ ഷെയ്ഖുമായി അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല 2013 പാകിസ്ഥാനിലേക്ക് ഗൗരവ് ഗൊഗോയ് പോയിരുന്നു. അവിടെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു, ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ഹിമന്ത ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ലോക്സഭാംഗമായത്. ഈ ലോക്സഭാംഗമായതിനു ശേഷം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിരത്തുന്നുണ്ട്. അതിൽ സൈന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു ആദ്യ തവണ MP ആയ വ്യക്തി ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇതിനെല്ലാം പാകിസ്ഥാൻ ബന്ധമെന്ന് ആരോപിച്ചുകൊണ്ട് കൂട്ടിക്കുഴയ്ക്കുകയാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്തിരിക്കുന്നത്. ഏതായാലും കൃത്യമായൊരു വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തും എന്ന കാര്യമാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഗൗരവ് ഗൊഗോയ് നേരത്തെ ഈ പാകിസ്ഥാനിൽ പോയി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ ഹിമന്ത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഈ ആരോപണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. മാത്രമല്ല, കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ വർഗീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള പ്രചാരണമാണ് ഹിമന്ത നടത്തുന്നെന്ന് തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിവാദ നായകനായ ഹിമന്ത വീണ്ടും വിവാദത്തിലേക്ക് എത്തുന്നു. ഇത്തവണ മുസ്ലിം വേഷധാരികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളടക്കം AI-യിലൂടെ പങ്കുവച്ചാണ് ഹിമന്ത വിവാദ നായകനാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നമുക്കറിയാം, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിലവിൽ വന്ന ശേഷം നിരവധിയായ അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടും അതിൽ റഷ്യൻ എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിയാൽ തീരുവ വീണ്ടും
അതുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടിലേക്ക് എത്തുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കാരണം ഇപ്പോൾ റഷ്യയ്ക്ക്, പ്രത്യേകിച്ചും വ്ളാഡിമിർ പുടിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അസംതൃപ്തിയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നീക്കത്തിൽ പുടിൻ തൻ്റെ അതൃപ്തി അടുപ്പക്കാരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് പുടിൻ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ പള്ളിയിലുണ്ടായ ബോംബാക്രമണത്തെ അതിശക്തമായി അപലപിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് രംഗത്ത് വന്നത്. ആക്രമണത്തെ പ്രാകൃതമെന്ന് വിശേഷിപ്പിച്ച പുടിൻ ഭീകരവാദത്തിനെതിരെയുള്ള പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിൽ പുടിൻ തന്റെ അനുശോചനം പങ്കുവെക്കുകയും രാഷ്ട്രത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, റഷ്യയുമായി എന്നും അടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയും റഷ്യയുമായുള്ള സുദൃഢമായ ബന്ധം, കരാറുകളുണ്ട്, എണ്ണ ഇറക്കുമതിയുണ്ട്. വർഷങ്ങളായി റഷ്യൻ എണ്ണയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. വില കുറച്ച് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണത്. പക്ഷേ ഈ വ്യാപാര കരാർ വന്നതിന് ശേഷം ഇന്ത്യക്ക് നിർബന്ധിതമായി ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോഴാണ് ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ റഷ്യയുമായി പുതിയ സഖ്യം രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന സംശയം ഉയരുന്നത്. ഇതിന് പുറമെ നിരവധി സഹായങ്ങൾ റഷ്യ പാകിസ്ഥാൻ നൽകാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യ പലപ്പോഴും പാകിസ്ഥാനെ അവഗണിക്കുകയായിരുന്നു പതിവ്. പക്ഷേ പുതിയ ലോക സാഹചര്യത്തിൽ റഷ്യയ്ക്ക് പാകിസ്ഥാനോട് അടുക്കാൻ പ്രയാസമില്ല എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി അനൗദ്യോഗികമായി പുറത്തു വരുന്നത്. അതായത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എണ്ണ വാങ്ങേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരത് പെട്രോളിയവും റിലയൻസ് ഇൻഡസ്ട്രീസും അടക്കമുള്ള എണ്ണക്കമ്പനി, ഇന്ത്യൻ ഓയിലും അടക്കമുള്ള എണ്ണക്കമ്പനികൾ അത്തരം തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരമുള്ള കരാറുകളിൽപ്പെട്ട എണ്ണ വാങ്ങാം, അതിനുശേഷം അവസാനിപ്പിക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. സുവി വിശ്വനാഥ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. സുവി, റഷ്യയ്ക്ക് പാകിസ്ഥാനോട് അടുക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രയാസകരമായ കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്ത്യൻ ബന്ധം വഷളായി വരുന്ന പശ്ചാത്തലത്തിൽ. എണ്ണയായിരുന്നു ഇന്ത്യയും റഷ്യയും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു ഘടകം. അതില്ലാതാകുമ്പോൾ ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ ഇപ്പോൾ പരമാവധി അടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രമായിരുന്നു റഷ്യ. അത് ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നു എന്ന കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല. കാരണം ഇന്ത്യ US ആണവ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തികൾ പുടിന് ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യ കൂടുതലായി പാകിസ്ഥാനോട് അടുക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലുണ്ടായ ബോംബ് ആക്രമണത്തെ പുടിൻ ശക്തമായി അപലപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും ഷഹബാസ് ഷെരീഫിനും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഇത്രയും മോശപ്പെട്ട, അതായത് അക്രമത്തെ പ്രാകൃതമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ നീക്കത്തിനെതിരായ പാക് നീക്കത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നും അദ്ദേഹം സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ മുതൽ തന്നെ ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാൻ റഷ്യയോട് അടുക്കാൻ വലിയ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം തന്നെ അവഗണിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ പുടിൻ പാകിസ്ഥാനോട് അടുക്കുന്നതിനുള്ള സൂചനയാണോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ അവഗണിക്കുന്ന രാഷ്ട്രത്തെ കൂടുതലായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിന് ശേഷം റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സഖ്യം രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരികയാണ്. ഇതാണ് ഈ അനുശോചന സന്ദേശത്തിൽ ഉള്ളത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനുള്ള നീക്കം, അതുപോലെ തന്നെ US-ൽ നിന്നും $500 ബില്യൺ ഇറക്കുമതി എന്നിവ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അത് പുടിന്, പ്രത്യേകിച്ചും റഷ്യയ്ക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും തുടരുക. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിൽ. ശ്രീ മോഹൻ വർഗീസ്, റഷ്യയ്ക്ക്
പാകിസ്ഥാനാണ് കുറച്ചുകൂടി താല്പര്യം റഷ്യയുമായി അടുക്കാൻ. കാരണം നിരവധി സഹായങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പരിഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള ബന്ധമായിരുന്നു അവർക്കൊരു വിഘാതമായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം ഈ അമേരിക്കൻ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വഷളായ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി പാകിസ്ഥാൻ അതിന് ശ്രമിക്കുമല്ലോ. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ കരാർ സാധ്യമാകുന്ന അവസരത്തിൽ ജിയോ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ ആകെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് എക്കാലത്തും ഭാരതത്തിന്റെ സുഹൃത്ത് രാജ്യമായിരുന്ന റഷ്യ സുഹൃത്ത് ബന്ധമൊന്നും അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ പോലും കൂടുതൽ മേഖലകൾ തേടേണ്ടതുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ എണ്ണ വിറ്റഴിക്കേണ്ടതുണ്ട്, അതിന് വിപണി കണ്ടെത്തണം. ചൈനയിലേക്ക് തീർച്ചയായും റഷ്യക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനാവും. പിന്നീട് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കയറ്റുമതി ഇന്ത്യയിലേക്കാണ്. ഇന്ത്യൻ കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കാനുള്ള സാധ്യതയാണ് കാട്ടുന്നത്. ജോയിന്റ് ഡിക്ലറേഷനിൽ അമേരിക്കയും ഇന്ത്യയും കൂടി എത്തിച്ചേർന്ന കരാറുമായി ബന്ധപ്പെട്ട ജോയിന്റ് പ്രഖ്യാപനത്തിൽ എണ്ണ നിർത്തും എന്ന കാര്യമോ എപ്പോൾ അത് വാങ്ങൽ നിർത്തും എന്നതിനെക്കുറിച്ചോ കൃത്യമായ പരാമർശമില്ല. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ ഭാരത് പെട്രോളിയവും, ഹിന്ദുസ്ഥാൻ പെട്രോളിയവും, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും, റിലയൻസ് പെട്രോളിയം ഒക്കെ എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായിട്ട് നിർത്തുകയാണ്. ഈ 2 മാസത്തിനുള്ളിൽ, ഫെബ്രുവരി മാർച്ച് മാസത്തിനുള്ളിൽ എണ്ണ വാങ്ങൽ പൂർണ്ണമായി നിൽക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന ഓർഡറുകൾ മാത്രമാണ് ഈ മാസങ്ങളിൽ, ഫെബ്രുവരി മാർച്ച് മാസത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ റഷ്യക്ക് മറ്റൊരു വിപണി നേടേണ്ടി വരും. അങ്ങനെയാണ് ഊർജ ആവശ്യം ഏറെയുള്ള പാകിസ്ഥാൻ റഷ്യൻ എണ്ണ ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റി കൂടിയുണ്ട്, അവിടെ എത്തിക്കാനുള്ള എളുപ്പമാർഗവുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വലിയ താല്പര്യം കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പാകിസ്ഥാൻ ഭീകരവാദത്താൽ പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യമാണ്. ക്രോസ് ബോർഡർ ടെററിസം ഒരു വശത്ത്, ആഭ്യന്തരമായി പാകിസ്ഥാനുള്ളിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ വലിയ സംഘർഷമുണ്ട്. പാകിസ്ഥാൻ രാഷ്ട്രത്തിനെതിരെ തന്നെ വലിയ പോരാട്ടം നടക്കുന്നു. അതുപോലെ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് നടന്ന ഒരു ഷിയ പള്ളിയിൽ നടന്ന വലിയ സ്ഫോടനം 31 പേരുടെ മരണത്തിന് കലാശിച്ചു, 167 പേര് പരിക്കേറ്റു. അത് വലിയൊരു കിരാതമായ ആക്രമണമായി റഷ്യ വിശേഷിപ്പിക്കുകയാണ്. സ്വാഭാവികമാണ് എന്ന് തോന്നാമെങ്കിലും ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അവിടെ തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള പാകിസ്ഥാന്റെ നിശ്ചയത്തിന് റഷ്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച കാണുന്നു. അതായത് കൗണ്ടർ ടെററിസം അറ്റംപ്റ്റിന് റഷ്യ പൂർണ്ണമായും പിന്തുണ നൽകും എന്നൊരു പ്രഖ്യാപനം. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നില്ല. ഒഴുക്കൻ മട്ടിലൊരു പ്രസ്താവന നടത്തി പോകുന്ന പതിവിന് വിഭിന്നമായി പാകിസ്ഥാൻ നടക്കുന്ന ഈ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ റഷ്യ ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു വാർണിംഗ് അല്ലേ? ഇത് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക കരാർ സാധ്യമാകുന്ന സാധ്യതയിൽ അതിൽ റഷ്യ ഒരു ഫാക്ടറാണ്. ഇത് കൃത്യമായി നമുക്ക് ഇന്ത്യ തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും ട്രംപ് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത്. ഭാവിയിലും റഷ്യയുമായി ഉള്ള എണ്ണ വ്യാപാരം ഇനി ഏതെങ്കിലും രീതിയിൽ പുനരാരംഭിച്ചാൽ 25% വീഴത്തീരുവ വീണ്ടും ഇന്ത്യയുടെ മേൽ വന്നു വീഴും എന്ന നിലയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവനകളുള്ള സ്ഥിതിക്ക് ഇനി എണ്ണ വ്യാപാരം നടക്കില്ല. ഇനി എണ്ണയിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപാരം നിയന്ത്രിക്കപ്പെടുമോ? അതായത് ഇപ്പോൾ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്, ഇന്ത്യ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. മിക്ക വിമാനങ്ങളും സുഖോയ് MK-30 വിമാനങ്ങളും കലാഷ്നിക്കോവ് റൈഫിൾസും എന്ന് വേണ്ട, അതുപോലെ നമ്മുടെ ജോയിന്റ് പദ്ധതികളുണ്ട്, ബ്രഹ്മോസ് മിസൈൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് റഷ്യയുമായി ചരിത്രപരമായി നമുക്കുള്ള ആയുധ വ്യാപാരത്തിന്റെ ബന്ധം, ഊഷ്മളമായ ബന്ധം, സാംസ്കാരിക ബന്ധവും ആയുധ ബന്ധവും എല്ലാമാണ്. എണ്ണ വ്യാപാരം അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ്. അത് പൂർണ്ണമായി എണ്ണ വ്യാപാരത്തിൽ തട്ടി ഇന്ത്യ റഷ്യ ബന്ധം ഉലയുന്നത് ഇന്ത്യക്ക് അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. റഷ്യ അതിനെ വലിയ ആശങ്കയോടെയാണ് കാട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു സൂചനകൾ നൽകുകയാണ്. ഇങ്ങനെയാണ് ആഗോള രാഷ്ട്രീയത്തിൽ ചില ഫീലേഴ്സ് അല്ലെങ്കിൽ സൂചനകൾ നൽകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെ ഒരു വാർണിംഗ് എന്ന നിലയിൽ കാണാം. പാകിസ്ഥാനെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി വന്നാൽ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. നോക്കൂ, അമേരിക്ക ഏറെ ഭയക്കുന്നത് എന്താണ്? റഷ്യ, ചൈന, ഇന്ത്യ ആക്സിസ് ആണ് ഭയക്കുന്നത്. അതിന് പകരമായി ഇവിടെ ഇസ്ലാമാബാദ്, ബെയ്ജിംഗ് ആൻഡ് മോസ്കോ ആക്സിസ് വന്നു കഴിഞ്ഞാൽ അമേരിക്ക അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡൊണാൾഡ് ട്രംപ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക പാകിസ്ഥാന്റെ സൈനിക മേധാവി
അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും അസീം മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടതാണ്. ഒരു ധാതു മണൽ കരാർ ഉൾപ്പെടെ എത്തിച്ചേരുമെന്ന പ്രതീതി ജനിപ്പിക്കുകയാണ്. അത് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുക എന്ന തന്ത്രമാണ്, ട്രംപിന്റെ തന്ത്രമാണ്. അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ ട്രംപ് തന്ത്രം എടുത്ത് പാകിസ്ഥാനോട് അടുക്കുമ്പോൾ ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ പാകിസ്ഥാനോട് അടുക്കുക എന്ന തന്ത്രം റഷ്യ പ്രയോഗിക്കുന്നത് ഒരു തരം കൗണ്ടർ ബാലൻസിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളിൽ പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഒന്ന് എനർജി വാക്യൂമാണ്, അതായത് പാകിസ്ഥാൻ ഇല്ലാത്തത് എനർജിയാണ്. ആ എനർജി ഫില്ല് ചെയ്യാൻ, ആ വാക്യൂം ഫില്ല് ചെയ്യാൻ റഷ്യക്ക് കഴിയും. രണ്ടാമത് സെക്യൂരിറ്റി കൺസേൺ ആണ്. പാകിസ്ഥാൻ അമേരിക്ക സംരക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംരക്ഷണം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായി അവർക്ക് നോക്കാനുള്ളത് റഷ്യയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ പഴങ്കഥയാകുന്ന സ്ഥിതിക്ക് പുതിയ ബന്ധങ്ങൾ തേടിയുള്ള രാജ്യങ്ങളുടെ പ്രയാണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. നന്ദി ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സുവി, ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പെട്രോളിയം കമ്പനികൾ ഇതിനകം തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് റഷ്യൻ എണ്ണ വാങ്ങേണ്ട എന്നതിനെക്കുറിച്ച്. അത്തരമൊരു നീക്കം, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു വിശദീകരണം കൂടി വരേണ്ടതുണ്ട്. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, ഔദ്യോഗികമായ ഒരു വിശദീകരണം എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ റഷ്യയിൽ നിന്നുള്ള എണ്ണ കുറയ്ക്കാൻ ഏതാനും മാസങ്ങളായി ഇന്ത്യൻ കമ്പനികൾ തയ്യാറെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. അവ ഈ മാർച്ചിൽ വാങ്ങാനുള്ളവ വാങ്ങും. അതിനുശേഷം ഏപ്രിൽ മുതൽ റഷ്യൻ വിതരണക്കാരിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വലിയ കനത്ത തിരിച്ചടിയാണ് റഷ്യയ്ക്ക് ഉണ്ടാക്കുന്നത്. വലിയ ഒരു വിപണി സാധ്യതയാണ് റഷ്യയുടേത് അടയുന്നത് എന്നൊരു സൂചന കൂടി ഉണ്ട്. നേരത്തെ തന്നെ ഈ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏതായാലും ഇത് നിരീക്ഷിക്കാൻ അമേരിക്ക വാണിജ്യകാര്യ മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും ട്രഷറി ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഒരുമിച്ചായിരിക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്തുക. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയ 25% ചുങ്കം വീണ്ടും ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും റഷ്യ പാകിസ്ഥാൻ ബന്ധം അത് കുറച്ചുകൂടി ദൃഢമാകുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ മായി ബന്ധപ്പെട്ട ഇന്നും ഒരുപക്ഷെ പാർലമെന്റിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് എന്ന വിഷയം പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് വിവരം. രാഗേഷ് ഉണ്ട്. രാഗേഷ്, പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം നൽകുന്നില്ല രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള പ്രശ്നമുണ്ട്. ഒപ്പം എണ്ണ കരാറുമായി ബന്ധപ്പെട്ട്, റഷ്യയുമായുള്ള കരാറുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളും പ്രതിപക്ഷം വീണ്ടും ആയുധമാക്കുമോ? ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായ സാഹചര്യം നമുക്കറിയാം. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്നാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടത്. രാകേഷ്, വിവരങ്ങൾ. രഞ്ജിത്ത്, ഏതായാലും ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. കാരണം ബജറ്റ് സമ്മേളനത്തിന്റെ കഴിഞ്ഞ ഒരാഴ്ച പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. കാരണം രാഹുൽ ഗാന്ധി നന്ദിപ്രമേയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ രാഹുൽ ഗാന്ധിയാണ് നരവനയുടെ പുസ്തകത്തിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കാൻ ശ്രമിച്ചത്. അതിനെതിരെ ഭരണപക്ഷം തന്നെ വലിയ തോതിൽ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ തന്നെ രാഹുലിൻ്റെ പ്രസംഗം തടസ്സപ്പെടുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അതിനുശേഷം ലോക്സഭ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ മുങ്ങുകയായിരുന്നു. അതിനൊപ്പം ഇപ്പോൾ ഇന്ത്യ US കരാറിൻ്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കർഷക താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ച വേണം തുടങ്ങിയ ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുക. സ്വാഭാവികമായും ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ബജറ്റ് ചർച്ച ഇതുവരെ ലോക്സഭയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോക്സഭയിൽ ഇത് ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിക്കേണ്ടതാണ് ബജറ്റ് ചർച്ച. പക്ഷേ അതിലേക്ക് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 25 മണിക്കൂറാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭയ്ക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ലോക്സഭയിൽ സമീപകാലത്ത് ഇത്തരമൊരു വലിയ പ്രതിഷേധം
പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യമായാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് തന്നെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ ലോക്സഭയിൽ കഴിഞ്ഞില്ല. അത് തന്നെ ഏതാണ്ട് 22 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഇന്ന് ഏതായാലും രാവിലെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അല്പസമയത്തിനകം തന്നെ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളടക്കം തന്നെ ചർച്ച ചെയ്യും. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾക്കെങ്കിലും ബജറ്റ് ചർച്ചയുമായി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇന്നത്തെ രാവിലെ നടക്കുന്ന യോഗത്തിലായിരിക്കും എന്തൊക്കെ നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിച്ചേരുക. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് അത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ MP, അദ്ദേഹത്തിൻ്റെ പേര് റിപ്പബ്ലിക്കൻ MP ആണ്, ബ്രാൻഡൻ ഗിൽ എന്നാണ്. അമിതമായ ഇസ്ലാമിക കുടിയേറ്റം അമേരിക്കയെ നശിപ്പിക്കുകയാണെന്നാണ് ബ്രാൻഡൻ ഹിൽ പറയുന്നത്. തൻ്റെ മണ്ഡലമായ ടെക്സസിലെ ചില ഭാഗങ്ങളിൽ ഇസ്ലാമികവൽക്കരണം സംഭവിക്കുന്നുണ്ടെന്നും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം കൂടിയായ ബ്രാൻഡൻ ഗിൽ ആവർത്തിക്കുന്നുണ്ട്. ചില മോളുകളിൽ ചെല്ലുമ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ചെന്ന അവസ്ഥയാണ് എന്നാണ് ബ്രാൻഡൻ ഹില്ലിൻ്റെ പരാമർശം. അത്തരത്തിൽ ഡാലസിൽ നിൽക്കുന്ന അവസ്ഥയല്ല, പാകിസ്ഥാനിലാണ് എന്ന കടുത്ത വാക്കുകൾ കൂടി, അത് മാളുകളിൽ ചെല്ലുമ്പോൾ പാകിസ്ഥാനിലാണ് എന്ന തോന്നിപ്പോകുന്നു എന്ന കടുത്ത വാക്കുകൾ കൂടി ഗിൽ ചേർക്കുകയാണ്. അമേരിക്കാസ് വോയിസ് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഗിൽ ഈ പ്രസ്താവന നടത്തിയത്. ഡാലസ് പ്രദേശത്തെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പ്രാദേശിക സമൂഹങ്ങളുടെ സാംസ്കാരിക സ്വഭാവത്തെ മാറ്റിമറിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാം സ്നേഹിക്കുന്ന അമേരിക്കയെ അമിതമായ ഇസ്ലാമിക കുടിയേറ്റം നശിപ്പിക്കുന്നു എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. തലമുറകളായി താമസിച്ചു വന്നിരുന്ന കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾക്ക് സമീപം പെട്ടെന്ന് പള്ളികൾ ഉയരുന്ന പശ്ചാത്തലമൊക്കെ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിലേക്ക് പലരും നയിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അമിതമായ ഇസ്ലാമികവൽക്കരണമുണ്ട് എന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കുകയാണ്. ഈ വിഷയത്തെ ഇതുമായി ബന്ധപ്പെട്ട് എതിരാളികൾ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ഗിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തൻ്റെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന അതേസമയം ഗില്ല് വ്യക്തമായ ഡേറ്റകളോ തെളിവുകളോ ഒന്നും നൽകിയിട്ടില്ലെന്നും മനഃപൂർവ്വമായ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തുകയാണെന്നും ഈ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട വിമർശനം ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പാർവതി സത്യദേവൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, നമുക്കറിയാം അമേരിക്ക കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭീഷണികളുണ്ട് എന്ന് ട്രംപ് നിരവധിയായി ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഒരു MP തന്നെ ഇത്തരം ചില അധിക്ഷേപങ്ങൾ, വംശീയ അധിക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാം, അത്തരം കാര്യങ്ങൾ പറയുന്നത്. അതെന്താണ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അമേരിക്കയിൽ ഉയരുന്നത്? പ്രത്യേകിച്ചും ഈ MP ഇതിനു മുൻപും യാഥാസ്ഥിതിക വ്യാഖ്യാതാവും ഡൊണാൾഡ് ട്രംപ് അനുകൂലിയുമൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ വിവാദമാണ് റിപ്പബ്ലിക്കൻ MP ബ്രാൻഡൻ ഗില്ലിൻ്റെ വാക്കുകൾ വരുത്തിവെച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ടെക്സസിൽ ഇസ്ലാമികവൽക്കരണം നടക്കുന്നു എന്നായിരുന്നു പരാമർശം. ഇതാണ് വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത്. കുടിയേറ്റം അമേരിക്കയെ നശിപ്പിക്കുന്നുവെന്നും ഡാലസിലെ ചില മാളുകളിൽ ചെന്നാൽ തങ്ങൾ പാകിസ്ഥാനിലെത്തിയതാണെന്ന് തോന്നുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പള്ളികൾ കൂടുന്നു, നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു, അമിതമായ ഇസ്ലാമിക കുടിയേറ്റം അമേരിക്കയെ നശിപ്പിക്കുകയാണെന്നും ഗിൽ പറയുന്നു. ഒപ്പം തന്റെ മണ്ഡലമായ ടെക്സസിലെ ചില ഭാഗങ്ങളിൽ ഇസ്ലാമികവൽക്കരണം നടക്കുന്നുവെന്നും ബ്രാൻഡൻ ഗിൽ പറയുന്നു. ഡാലസിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പ്രാദേശിക സമൂഹങ്ങളുടെ സാംസ്കാരിക സ്വഭാവത്തെ മാറ്റിമറിച്ചുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നാം സ്നേഹിക്കുന്ന അമേരിക്കയെ ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു. ജനങ്ങൾക്കിതിൽ ആശങ്കയുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കിതിൽ ആശങ്കയുണ്ട്. തലമുറകളായി താമസിച്ചു വരുന്ന കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾക്ക് സമീപം പെട്ടെന്ന് പള്ളികൾ ഉയരുകയും അവിടുത്തെ ജനങ്ങൾ മതപരിവർത്തനത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ഗുരുതരമായ ഒരു പരാമർശം. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഇസ്ലാമികവൽക്കരണം നടക്കുന്നതായി താൻ ആരോപിക്കുന്നതെന്നും ഗിൽ വ്യക്തമാക്കുന്നു. തൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് ആശങ്കയിലാണെന്നും തങ്ങളുടെ സംസ്കാരവും ജീവിത രീതിയും മാറിക്കൊണ്ടിരിക്കുന്നതായും അവർക്ക് ആശങ്കയുണ്ടെന്നും ഗിൽ ആരോപിച്ചു. ഈ വിവാദ പ്രസ്താവനയുടെ വീഡിയോ സമൂഹമാധ്യമ
മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ഈ വീഡിയോ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും ഗില്ലിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതായത് കൃത്യമായ രേഖകളോ തെളിവുകളോ ഇല്ലാതെയുള്ള വിമർശനം പ്രകോപനം ഉണ്ടാക്കാനാണെന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. അമേരിക്കയിലെ മുസ്ലിം വിഭാഗവും ഈ ഗില്ലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. ആദ്യമായല്ല വിവാദ പ്രസ്താവന ഗിൽ നടത്തുന്നത്. സമാനമായ വംശീയ അധിക്ഷേപപരമായ പരാമർശങ്ങളുടെ പേരിൽ ഗില്ലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡാനിയൽ ഡിസൂസ ഗില്ലും ഇതിനു മുൻപും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ വംശജനും ഡൊണാൾഡ് ട്രംപ് അനുകൂലിയുമായ ദിനേശ് ഡിസൂസയുടെ മകൾ കൂടിയാണ് ഗില്ലിൻ്റെ ഭാര്യ ഡാനിയൽ. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ സൊറാൻ മംദാനിയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങളായിരുന്നു നേരത്തെ ഈ ദമ്പതികളെ വിവാദത്തിലാക്കിയിരുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ബ്രാൻഡൻ ഹില്ലിന്റെ പരാമർശം അമേരിക്കയിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയാണ്. വലിയ വിവാദം ഇത് അമേരിക്കയിൽ സൃഷ്ടിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് കേവലം ഒരു നികുതി ഇളവ് പ്രഖ്യാപനം എന്നതിലുപരി ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സുദൃഢമായ വ്യക്തിബന്ധവും ഒപ്പം മാറിയ ആഗോള സാഹചര്യങ്ങളും ഈ കരാറിന് പിന്നിലെ ചാലക ശക്തികളാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും ചൈനയുടെ ആഗോള സാമ്പത്തിക വെല്ലുവിളികളും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കരാർ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്കും കാർഷിക വ്യാവസായിക രംഗത്തിനും നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വെറുമൊരു വ്യാപാര പങ്കാളിയല്ല, മറിച്ച് ഏറ്റവും വലിയ കയറ്റുമതി വിപണി കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രംപ് ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് എന്ന നയം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന നികുതി ചുമത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇന്ത്യയെ ഒരു ടാക്സ് കിങ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തുല്യമായ നികുതി ഇന്ത്യയും കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ശീതയുദ്ധത്തിനാണ് പുതിയ സംയുക്ത പ്രസ്താവനയിലൂടെ അന്ത്യമാകുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ചുമത്തിയിരുന്ന 25% പകരത്തീരുവ 18% കുറയ്ക്കാനുള്ള തീരുമാനം വലിയൊരു വിജയമാണ്. ഇത് ഇന്ത്യൻ വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ചെരുപ്പുകൾ, മരുന്നുകൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത നൽകും. തുണിത്തരങ്ങളും തുകൽ ഉൽപ്പന്നങ്ങളും പോലെയുള്ള തൊഴിൽ തീവ്രമായ മേഖലകളിൽ ഈ ഇളവ് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സൂചിപ്പിച്ചതുപോലെ 30 ലക്ഷം കോടി ഡോളറിന്റെ ബിസിനസ് അവസരമാണ് ഇതിലൂടെ തുറക്കപ്പെടുന്നത്. ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയിരുന്നു. എന്നാൽ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി ഈ 25% അധിക നികുതി ട്രംപ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യയുടെ പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇതിലൊരു വലിയ നിബന്ധന അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ച് പകരം അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് അനധികൃത സ്പാകൾക്ക് ഗംഭീര പണി കൊടുക്കുകയാണ് നഗരസഭ അധികൃതർ. പ്രത്യേകിച്ച് മേയർ നേരിട്ടിടപെട്ടാണ് ഇന്നലെ സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഒരു സ്പാ അടച്ചുപൂട്ടിച്ചത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടെ അഭിമുഖത്തിന് വന്ന ഒരു യുവതിയോട് വളരെ മോശമായി അവർ പെരുമാറുകയും കസ്റ്റമേഴ്സിനടക്കം നൽകാനായി ഇവരുടെ ഫോട്ടോ ആവശ്യപ്പെടുകയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ടായപ്പോൾ അവർ മേയറെ നേരിട്ട് വിളിക്കുകയായിരുന്നു. തുടർന്ന് മേയർ പോലീസിൽ അറിയിക്കുകയും ആ സ്പാ റെയ്ഡ് ചെയ്യുകയുമായിരുന്നു. കോർപ്പറേഷൻ അധികൃതരും അവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് അനധികൃതമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 200ഓളം സ്പാകളുണ്ട്. കൂണ് പോലെയാണ് നഗരഹൃദയത്തിലൊക്കെ സ്പാകൾ ഉയരുന്നത്. പെൺകുട്ടികൾ കൂടുതലായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ക്രോസ് മസാജിങ് അടക്കം അവിടെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾക്കും ഈ സ്പാകൾ കാരണമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനധികൃതമായാണത്. നമുക്കറിയാം, പണമൊക്കെ വാങ്ങിയുള്ള പരിപാടിയാണ്. അതായത് നമുക്ക് പ്രത്യക്ഷമായി തോന്നിയാൽ അതൊരു സ്പായാണ്,
മസാജിങ് മാത്രമാണെന്ന് വിചാരിക്കും. പക്ഷേ മറ്റു പല അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നുവെന്ന വിവരം കൂടി ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കാൻ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ ആരോഗ്യ വിഭാഗം ഈ സ്പാകളിൽ പരിശോധന നടത്തും. ലൈസൻസ് ഉണ്ടോ, അവ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ, ഇന്നലെ ആദ്യത്തെ റെയ്ഡ് നടന്നത് സ്റ്റാച്യുവിലെ കേന്ദ്രത്തിലായിരുന്നു. അത് അടച്ചുപൂട്ടി. അവിടെ പല പരാതികളുണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരോഗ്യ വിഭാഗം വീണ്ടും ഇറങ്ങുകയാണ്. നമുക്ക് മനസ്സിലാകുന്നത് 200-ന് പുറത്ത് സ്പാകളുണ്ട് ഈ നഗരത്തിൽ എന്നാണ്, ഈ നഗരസഭാ പരിസരത്ത് എന്നാണ്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്താൻ തന്നെയാണോ തീരുമാനം? വ്യാപകമായ പരിശോധനയ്ക്കാണ് മേയറുടെ നഗരസഭയുടെയും നിർദ്ദേശം. നമുക്കറിയാം, നേരത്തെയൊക്കെ ഈ കോവളം പോലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഈ കടലോര ടൂറിസം കേന്ദ്രങ്ങൾ കോവളത്തും വർക്കലയും ഒക്കെയാണ് ഇത്തരത്തിൽ സ്പാകൾ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇത് നഗരത്തിൽ പലയിടത്തും, അത് ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇത്തരം സ്പാകളുണ്ട്. എല്ലാം ആയുർവേദ ചികിത്സ, സുഖചികിത്സ എന്ന പേരിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ അതിൽ പലതും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അത് നേരത്തെ തന്നെ ഇത്തരം വിവരങ്ങളുള്ളതാണ്. അത് നടപടികളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ സ്റ്റാച്യുവിലെ സ്പായിൽ ജോലിക്കെത്തിയ യുവതിക്കുണ്ടായ ദുരനുഭവമാണ് ഇത് പുറത്തു വരാനുള്ള കാരണം. അഭിമുഖത്തിനിടെ ആ യുവതിയോട് തൻ്റെ ഫോട്ടോ കൂടി തരണം, കസ്റ്റമേഴ്സിനെ കാണിക്കാനാണെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. അവിടെയാണ് പ്രശ്നങ്ങൾ, സംശയവും തുടങ്ങിയത്. സ്വാഭാവികമായും കസ്റ്റമേഴ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയെന്ന് യുവതി ചോദിച്ചു. അവിടെ തർക്കമുണ്ടായി. അങ്ങനെയാണ് മേയർ വി രാജേഷിനെ യുവതി ഫോണിൽ വിളിച്ച് കാര്യം അറിയിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ സ്റ്റാച്യുവിലെ സ്പായിൽ പരിശോധന നടത്തുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്തത്. സമാനമായി 200-ലേറെ സ്പാ തലസ്ഥാന നഗരത്തിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. ഇപ്പോഴുള്ള ഏകദേശ കണക്ക് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകും. സ്പാ ലൈസൻസ് ഉള്ളവയ്ക്ക് സ്വാഭാവികമായും ഈ ആയുർവേദ സുഖചികിത്സയ്ക്ക് ലൈസൻസ് ഉള്ളവയ്ക്ക് പ്രവർത്തിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ അനധികൃതമായ ഈ സ്പാ ആണെങ്കിൽ പോലും അത് കൃത്യമായി മസാജ് സെൻ്ററുകളാണ്. അവിടെ ക്രോസ് മസാജിങ് അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ക്രോസ് മസാജിങ് അടക്കമുള്ള അനധികൃതമായ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. കാര്യം ക്രോസ് മസാജിങ് പൂർണ്ണമായും അനാശാസ്യമെന്ന് കാണുന്നതിനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ടോ, അത് അതിനുള്ള ലൈസൻസ് ഉണ്ടോ, അവർ ക്രോസ് മസാജിങ്ങുള്ള ലൈസൻസ് ഉണ്ടോ, ആ പേരിൽ തന്നെയാണോ സ്ഥാപനം തുടങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണമുണ്ടാകും. ശക്തമായ പരിശോധനയ്ക്ക്, കൃത്യമായ പരിശോധനയ്ക്കാണ് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഭാഗമായി ആരോഗ്യ വിഭാഗം വ്യാപകമായി ഇത്തരം സ്പാകളിൽ പരിശോധന നടത്താനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതാണ് സാഹചര്യം. അരുണ, ഒപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ക്രോസ് മസാജിങ് ആണല്ലോ പരാതിയായി പ്രത്യേകിച്ചും വരുന്നത്. അത് അനധികൃതമാണ്. നമുക്കറിയാം, ഈ പല സ്പാ കേന്ദ്രങ്ങളിലും നടക്കുന്ന ഒരു സംഗതി അതുകൂടിയാണ്. അത് ഇന്നലെ വന്ന മേയർക്ക് കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അവിടെ ഒരു സ്വാഭാവികമായ പെരുമാറ്റം ഈ ജീവനക്കാർ പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു സ്പാ അധികൃതരുടെ ഭാഗത്ത് നിന്ന്. തുടർന്ന് അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്. പോലീസിൻ്റെയും നഗരസഭാ അധികൃതരുടെയും സംയുക്ത നീക്കമാണോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക? തീർച്ചയായിട്ടും പരാതികൾ അങ്ങനെയാണ്. ക്രോസ് മസാജിങ് നടത്തുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരം പരാതികൾ സ്വാഭാവികമായും അതിൽ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ അത്തരം പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നഗരസഭയ്ക്ക് ലഭിച്ച വിവരം സ്വാഭാവികമായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ കാണിക്കാൻ പറയുമ്പോൾ എന്തിനാണെന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ക്രോസ് മസാജിങ് അടക്കം നടക്കുന്നു. അത് തുടരുക. ഇപ്പോൾ ശ്രീ MR ഗോപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ കൂടി അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ MR ഗോപൻ, ഇപ്പോൾ നമുക്കറിയാം കാലങ്ങളായി നടക്കുന്ന ഒരു സംഗതിയാണ്. 100-200 സ്പാകളുണ്ട്. പലതും അനധികൃതമാണ്. പലതരത്തിലുള്ള പിന്തുണയും ഒക്കെ ഉള്ള സ്പാകളാണ്. ഒരുപാട് ഉന്നത ബന്ധങ്ങളൊക്കെ പലർക്കും കാണും. ഇവരെയൊക്കെ പരിശോധിക്കുക, പൂട്ടിക്കുക എന്നുള്ളത് അത്ര പ്രായോഗികമാണോ? തീർച്ചയായിട്ടും എത്ര ഉന്നത ബന്ധമുണ്ട് എങ്കിൽ പോലും തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം ഇത്തരം ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വമ്പന്റെ സ്ഥാപനമായാലും പൂട്ടിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്നലെ നടന്നത്. അതൊരു തുടക്കമാണ്, പ്രാഥമികമായിട്ടുള്ള തുടക്കമാണ്. ബാക്കി മുഴുവൻ സ്പായി, ഞാൻ ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് മുഴുവൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. നഗരത്തിലുള്ള മുഴുവൻ സ്പായും പരിശോധിക്കാനും നിയമവിരുദ്ധമായി ഏത് കണ്ടാലും അപ്പ പൂട്ടിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. ഇപ്പോൾ പ്രാഥമികമായ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരശേഖരണമൊക്കെ നടത്തി കാണുമല്ലോ. എന്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഈ സ്പാകളുടെ പ്രവർത്തനം സംബന്ധിച്ച്?
ഇല്ല, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇന്നലെയാണല്ലോ ഇഷ്യൂ, മെനിഞ്ഞാന്നാണല്ലോ അത് പുറത്തു വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തിരുവല്ലയിൽ നടന്നിട്ടുള്ള കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട നിമിഷം മുതൽ സ്പായുടെ ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളതിനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പരിശോധിച്ച് മുഴുവൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവിടെ ഈ റൈഡ് നടക്കുന്ന സമയത്ത് തന്നെ ഓഫീസിലുണ്ടായിരുന്നു. റൈഡിന് ഉദ്യോഗസ്ഥർ പോയി തിരിച്ചു വന്ന് അവർ റിപ്പോർട്ട് കേട്ട ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള മുഴുവൻ സ്പാ കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഈ ഇന്നലെ ഒരു പെൺകുട്ടിയുടെ പരാതി മേയർക്ക് നേരിട്ട് കിട്ടുകയായിരുന്നു അല്ലേ? അതെ അതെ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നത്? ഒരു പെൺകുട്ടി അവിടെ പോയ സമയത്ത് ആ കുട്ടിക്ക് ഏതോ തരത്തിലുള്ള മാനസിക അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായി എന്നാണ് മേയറോട് ഫോണിൽ വിളിച്ചിട്ട് ആ വിവരം പറഞ്ഞത്. അപ്പോൾ തന്നെ മേയർ വൈകുന്നേരം അതിന് അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കാൻ കൺട്രോൾമെന്റ് പോലീസും അതുപോലെ നമ്മുടെ ഹെൽത്ത് സ്ക്വാഡും പ്ലാൻ ചെയ്തു. ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ വന്നു. ഞാനും മേയറും കൂടെ നിന്നിട്ട് തന്നെ ഈ കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അവർക്ക് ലൈസൻസ് ഉള്ള ഒരു ഭാഗം ഒരു ബിൽഡിംഗ് തന്നെ എടുത്തിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി നഗരസഭയെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭാഗങ്ങൾ ലൈസൻസിൽ ഉൾപ്പെടുത്തും, ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തൂല. ഉൾപ്പെടുത്താത്ത സ്ഥലത്താണ് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് മുഴുവൻ ലൈസൻസ് ഒരു അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സ്പായുടെ അഡ്രസ് ചെയ്ത് നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ എവിടെ നടത്തിയാലും അത് മുഴുവൻ നടപടിക്ക് വിധേയമാക്കണമെന്ന് ബഹുമാനപ്പെട്ട മേയറും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കും ഉദ്യോഗസ്ഥർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് നിലയിലുള്ള ഏത് വമ്പന്റെ സ്ഥാപനമായാലും അത് ഞങ്ങളെ സംബന്ധിച്ച് വിഷയമേ അല്ല. ശരി, നന്ദി ശ്രീ ഗോപൻ. അതാണ് സാഹചര്യം. ഏതായാലും നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് കൃത്യമായ നിർദ്ദേശം ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കൗൺസിലർ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ മുഖ്യപ്രതി ഒരാൾ കൂടി പിടിയിലായി. നിരണം സ്വദേശി വരുണാണ് പിടിയിലായത്. ആലുവയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത് എന്നാണ് ഇപ്പോൾ വിവരം ലഭ്യമാകുന്നത്. ഇനി 3 പേർ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട്. മൊത്തം 6 പ്രതികളാണ്. ഇതിനകം മുഖ്യ പ്രതി അടക്കം അറസ്റ്റിലായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. 3ാമത്തെ പ്രതി നിരണം സ്വദേശിയെ പിടിച്ചത് ആലുവയിൽ നിന്നാണ്. പല പ്രതികളും അന്യ സംസ്ഥാനങ്ങൾക്ക് കടന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇനി 3 പേർ കൂടി പിടിയിലാകാനുണ്ട് അല്ലേ? ഇവരൊക്കെ നാട് വിടാനുള്ള പശ്ചാത്തലമാണോ? അന്വേഷണം ഇപ്പോൾ ഏതു ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. ആ 3 പേരാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആ 3 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട്. ഈ 3 പേര് സംസ്ഥാനം വിട്ടതൊരു സൂചന കൂടി പോലീസ് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഈ നിരണം സ്വദേശിയായ വരുൺകുമാറാണ് പിടിയിലായിട്ടുള്ളത്. ഈ കേസിലെ ഈ 1ാം പ്രതിയോടൊപ്പം നിന്ന പ്രതി കൂടിയാണ് വരുൺകുമാർ. അതുകൊണ്ട് തന്നെ വരുൺകുമാറിനെയാണ് ആലുവയിൽ നിന്നും പോലീസ് പ്രത്യേക അന്വേഷണം കസ്റ്റഡിയെടുത്തിട്ടുള്ളത്. ഇനി 3 പേർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുണ്ട്. അവർക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തെ, നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിനെതിരെയും ഒപ്പം ആ ഗുണ്ടകളും പോലീസും തമ്മിൽ ആവശ്യത്തെ കൂട്ടുകെട്ടുണ്ടെന്നുള്ള ആരോപണം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പ്രതി കൂടി വന്നിരിക്കുന്നു. അങ്ങനെ സ്പാ സെന്ററിലെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് കേവലം ഒരു നികുതി ഇളവ് പ്രഖ്യാപനം എന്നതിലുപരി ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സുദൃഢമായ വ്യക്തിബന്ധവും ഒപ്പം മാറിയ ആഗോള സാഹചര്യങ്ങളും ഈ കരാറിന് പിന്നിലെ ചാലക ശക്തികളാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും ചൈനയുടെ ആഗോള സാമ്പത്തിക വെല്ലുവിളികളും നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കരാർ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്കും കാർഷിക വ്യാവസായിക രംഗത്തിനും നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വെറുമൊരു വ്യാപാര പങ്കാളിയല്ല, മറിച്ച് ഏറ്റവും വലിയ കയറ്റുമതി വിപണി കൂടിയാണ്.
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്രംപ് ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് എന്ന നയം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന നികുതി ചുമത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇന്ത്യയെ ഒരു ടാക്സ് കിങ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തുല്യമായ നികുതി ഇന്ത്യയും കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ശീതയുദ്ധത്തിനാണ് പുതിയ സംയുക്ത പ്രസ്താവനയിലൂടെ അന്ത്യമാകുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ചുമത്തിയിരുന്ന 25% പകരത്തീരുവ 18%. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർക്ക് ഡൽഹിയിൽ സ്വീകരണത്തിനായി കൗൺസിലർമാർ ഇന്ന് യാത്ര തിരിക്കും. പ്രധാനമന്ത്രിയുടെ വസതിയിലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലുമാണ് സ്വീകരണം ഒരുക്കുക. കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയിട്ടുണ്ടെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, വലിയ സ്വീകരണം ഒരുക്കുകയാണ് BJP. നമുക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ വിജയം BJP ആഘോഷിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വിശാലമാക്കുകയാണ്. നമ്മൾ അറിയേണ്ടത്, ഏതെങ്കിലും തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ഉണ്ടാകുമോ? നിരവധി പദ്ധതികളൊക്കെ മേയർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. രഞ്ജിത്ത്, അത്തരത്തിൽ തന്നെ ഇത് നോക്കിക്കാണണം. കാരണം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു ഭാവി വികസന രേഖയുമായി ബന്ധപ്പെട്ട്, അതായത് കോർപ്പറേഷനിൽ നടപ്പാക്കേണ്ട പുതിയ പദ്ധതികളെക്കുറിച്ചടക്കമുള്ള രേഖകൾ, അതായത് പുതിയ നയരേഖകൾ അടക്കമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ കാണാൻ, അതായത് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഇവർ ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള പിന്തുണ ഈ ഒരു നഗരസഭയിലെ പല പദ്ധതികൾക്കും ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർശനം ഒരുക്കിയിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം മേയർ VV രാജേഷ് അടക്കം പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ഇത് ദേശീയ തലത്തിൽ ആഘോഷിക്കുക, അതായത് ഇത്രയും കാലം ഒരു ഭരണം പിടിക്കാൻ കഴിയാതിരുന്ന, അതായത് നഗരസഭയിലെ ഒരു ചരിത്ര വിജയത്തെ ഒരു ദേശീയ തലത്തിലടക്കം ആഘോഷിക്കുക. ഒപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും അത് പ്രതിഫലിപ്പിക്കുക. അത് ഒരു മാസം, വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാനും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനടക്കമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയ തുടർച്ച നിയമസഭാ ഇലക്ഷനിലും കൂടി ഉണ്ടാക്കാൻ, അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അത് ഇപ്പോൾ 45 ദിവസം കൊണ്ട് പ്രധാനമന്ത്രിയെ കോർപ്പറേഷനിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ തലസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നൊരു വാക്ക് പറയുന്നു, അത് പാലിക്കുന്നു, ഇവിടെ എത്തുന്നു. പക്ഷേ ആ സമയത്ത് പോലും വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ കൗൺസിലർമാർ നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി എത്തുന്നത്. ഇന്ന് 11:15 കൂടിയാണ് അവർ ട്രെയിനിലെത്തുക. ആദ്യം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ സന്ദർശിക്കും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും ഈ കൂടിക്കാഴ്ച ലക്ഷ്യം വെക്കുന്നത് നഗരസഭയിലെ വരാൻ പോകുന്ന, അതായത് പ്രഖ്യാപിക്കാൻ പോകുന്ന പല പദ്ധതികൾക്കും കൃത്യമായ കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടി അവ നടപ്പിലാക്കുക, ആ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ, കോർപ്പറേഷനിൽ നിന്നുള്ള BJP കൗൺസിലർമാർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് എത്തുന്നത്. രഞ്ജിത്ത്, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ CJ റോയിയുടെ മരണശേഷം കമ്പനിയുടെ ആദ്യ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണി കൊച്ചിയിലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് മാധ്യമങ്ങളെ കാണുക. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. റോയിയുടെ മരണം, തുടർന്നുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഗ്രൂപ്പിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നത് നിർണായകമാണ്. ഇതിനിടെ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘം ഉടൻ കൊച്ചിയിലെത്തും. ഡാനി പോൾ ചേരുക. ഡാനി, ഇന്നിപ്പോൾ നേരത്തെ ഈ മരണത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നതാണ്. പല കാരണങ്ങളാൽ അത് മാറ്റിവെച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിനോടക്കം സ്വാഭാവികമായും വിശദീകരിക്കാനുണ്ടാകും കമ്പനിക്ക്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മരണകാരണമടക്കം, അല്ലെങ്കിൽ റോയി അനുഭവിച്ച പ്രശ്നങ്ങളടക്കം പങ്കുവെക്കാൻ തയ്യാറാകുമോ MD? പൂർണ്ണമായും വ്യക്തമല്ല. കാരണം ഇപ്പോൾ കമ്പനിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്ന റോയിയുടെ മകൻ്റെതായ ഒരു വീഡിയോ സന്ദേശമുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അവർ പറയുന്നത് കമ്പനിയുടെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് മാത്രമാണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. നിലവിൽ കമ്പനിക്ക് പ്രതിസന്ധികളില്ല, കമ്പനി മുന്നോട്ട് പോവുക തന്നെയാണ്. കാരണം ഇത് ഒരു വ്യക്തിയിൽ മാത്രം അധിഷ്ഠിതമായല്ല കോൺഫിഡന്റ് ഗ്രൂപ്പ് നിലനിന്നിരുന്നതെന്നും അത് പൂർണ്ണമായും തന്നെ വലിയ രീതിയിലേക്ക് പോകാൻ വിഭാവനം ചെയ്തിരുന്നെന്നും അദ്ദേഹത്തിന് വലിയ ആശയങ്ങളും സങ്കല്പങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതനുസരിച്ച് കൊണ്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മുന്നോട്ട് പോകും, അതിൻ്റെ യാത്രയിൽ യാതൊരു തടസ്സവും ഉണ്ടായില്ല എന്നെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ആ വീഡിയോ സന്ദേശത്തിൽ CJ റോയിയുടെ മകൻ്റേതായി വന്ന ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. മകൻ തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു സാരഥ്യത്തിലേക്ക് വരിക എന്നതടക്കമുള്ള സൂചനകളെല്ലാം തന്നെ റോയിയുടെ കുറിപ്പിലെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു സുശക്തമായൊരു ടീം കമ്പനിയെ നയിക്കാനുണ്ട് എന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാകാം ഒരു പക്ഷേ കൂടുതലായിട്ടും തന്നെ പറയാനുള്ളതും. സ്വാഭാവികമായും ഈ മരണം സംബന്ധിയായ കാര്യങ്ങളിലുള്ളൊരു വിശദീകരണം, പ്രത്യേകിച്ച്
പല അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ നിക്ഷേപകർ പണം പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അത് നിഷേധിച്ചുകൊണ്ട് തന്നെ നേരത്തെയും തന്നെ ഈ ചില ജോസഫിൻ്റേതടക്കമുള്ള, അതായത് എം ഡിയുടെ അടക്കമുള്ള ചില കുറിപ്പുകളടക്കം പുറത്ത് വരികയും ചെയ്തു. കമ്പനിക്ക് മറ്റ് പ്രതിസന്ധികളില്ല, മറ്റ് അഭ്യൂഹങ്ങളിലോ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം വിചാരണകളിലോ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു വിശദീകരണങ്ങളാണ് പൊതുവായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയും അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. കാരണം കുടുംബത്തോടടക്കം പല കാര്യങ്ങളും തന്നെ അവരോട് ആരാഞ്ഞിട്ടുണ്ട്, പല രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘം ഈ മരണം സംബന്ധിയായ കാര്യങ്ങളിലുള്ള അവരുടെ ഒരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് ആദായ നികുതി വകുപ്പിൻ്റേതായ പരിശോധനകളുടെ ഉള്ളടക്കം അത് ഈ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഈ രണ്ട് കാര്യങ്ങളിലും കുടുംബത്തിന് അറിയാവുന്നത്. കാരണം ഈ രണ്ട് ആളുകളുടെയും തന്നെ ചോദ്യം ചെയ്യലിന് കുടുംബമടക്കം അവരുടെ ഉദ്യോഗസ്ഥരടക്കം വിധേയരായതാണ്. അപ്പോൾ അവർക്ക് പറയുവാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളതായ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകിട്ട് 4-ന് കൊച്ചിയിലാണ് വാർത്താ സമ്മേളനം കോൺഫിഡൻസ് ഗ്രൂപ്പിന് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് അവർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചതായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് റോയുടെ ഡയറി കുറിപ്പുകളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നത്. ഏതായാലും ഇനിയിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇതുവരെ ഉണ്ടാവുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. മറ്റു വാർത്ത, കൊച്ചി ബിനാലെയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന വിവരം പുറത്തുവരുന്നു. തായ്വാൻ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് സംഭവം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലായി 3 ദിവസം മുൻപാണ് പരാതി കിട്ടിയത്. ഡാനി പോൾ ചേർന്നു. ഡാനി, വിവരങ്ങൾ. കഴിഞ്ഞ മാസം ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. തൈവാൻ സ്വദേശിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത് അവിടെ പെപ്പർ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രധാന വേദിയായ ബിനാലയുടെ പ്രധാന മുഖ്യവേദിയാണ്. അവിടെ വെച്ചാണ് അവിടെ വെച്ച് നവി മുംബൈ സ്വദേശിയായ സമീത് ഖത്താർ എന്ന് പറയുന്ന ഒരാളാണ് ഇവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നത്. ഇവരെ അനുഗമിക്കാനടക്കം ശ്രമിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. അയാൾ കൃത്യമായ ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുന്നതും പിറകെ പോകുന്നതും. അതിൽ യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. പിന്നീട് പലതവണ ഈ ബിനാലെ നടക്കുന്ന സന്ദർശന വേദിയിൽ ആ ഗ്യാലറിയിലെല്ലാം വെച്ച് പലതവണ തൻ്റെ ദേഹത്ത് സ്പർശിക്കടക്കം ചെയ്തപ്പോൾ താൻ അയാളെ വിലക്കുകയും പിറകെ വരരുത് എന്ന് പറയുകയും ചെയ്തു. പിന്നീട് കുറേ സമയം കഴിഞ്ഞവരോട് വീണ്ടും എടുത്തു കൊടുക്കുകയും ഈ സംഭവിച്ചാൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പിന്നീട് ഒരു നല്ല സൗഹൃദം തന്നെയാണ് തൻ്റേതെന്നെല്ലാം തന്നെ പറഞ്ഞ് അവരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ ഈ കൊച്ചിയുടെ ബാക്ക് വാട്ടറിലേക്ക് അവരൊരു ബോട്ട് യാത്രയിലേക്ക് കയറുന്നു. ഈ ബോട്ട് യാത്രക്കിടയിൽ വെച്ചാണ് വളരെ മോശമായി തന്നോട് പെരുമാറുന്നത്. അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായി തൻ്റെ ദേഹത്തെ സ്പർശിക്കുക അടക്കം ചെയ്തു. വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക ബുദ്ധിമുട്ടടക്കം ഉണ്ടാക്കി. പിന്നീട് പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാളെ സഹായിക്കും, അയാളെ വഴിക്ക് പിരിയുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് തിരിച്ചെത്തിയ ശേഷമാണ് കൊച്ചി കമ്മീഷണറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഇമെയിലായിട്ട് പരാതി അയക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പരാതി ലഭിക്കുന്നത്. കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവർ തുടർ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇയാളുടെ കൃത്യമായൊരു മേൽവിലാസമടക്കം പോലീസ് കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലാണ്. നവി മുംബൈ സ്വദേശിയാണ് സമീത് ഖത്താർ എന്ന് പറയുന്ന ഒരാളാണ്. ഏതാണ്ട് ഇയാൾ സംബന്ധിയായ കാര്യങ്ങളിലേക്ക്, പ്രതിയെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ പോലീസ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ ഈ ബിനാലെയുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് പരാതികളൊക്കെ ഉയർന്ന ഒരു സംവിധാനമാണ്. ശക്തമായ അന്വേഷണം വേണം. മറ്റു തരത്തിലുള്ള എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയണം. അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസിൻ്റെ നീക്കം ഇതുവരെ എന്താണ്, ഡാനി? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇയാളുടെ ഒരു കൂടുതൽ വിശദാംശങ്ങളിലേക്കടക്കം നീങ്ങുന്നുണ്ട്. കാരണം യുവതിയിൽ നിന്ന് ഇതിൽ കൃത്യമായ രീതിയിലൊരു മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇയാളുടെ കൂടുതൽ വിശദാംശങ്ങളോ മറ്റെന്തെങ്കിലും ഇയാൾ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇയാളൊരു മൊബൈൽ ഫോൺ രീതിയിലോ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം വിശദാംശങ്ങൾ തേടുന്നുണ്ട്. നമുക്കറിയാം ബിനാലെ വളരെയധികം രാജ്യത്തിനകത്തും പുറത്തുമെല്ലാം തന്നെ ഒരു കലാകാരന്മാരുടെ സംഗമവും അതോടൊപ്പം തന്നെ ഈ കലാ ആസ്വാദകരുടെ എല്ലാം തന്നെ ഒരു സംഗമവേദി കൂടിയാണ്. അപ്പോൾ ഒരു വിദേശ വനിതയ്ക്കാണ് ഈ രീതിയിലുള്ള
ഒരു ആക്ഷേപം അവിടെ വെച്ച് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വൈകാതെ പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.